കണ്ണൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി യുവാവ് പരിശോധനയുടെ പേരിൽ ക്രൂരമായി അധിക്ഷേപിച്ചുവെന്നാണ് കാസർഗോഡ് സ്വദേശി മഹിഷാദിന്റെ പരാതി. നഗ്നനായി നിർത്തി തന്നെ അധിക്ഷേപിച്ചു. കാസർഗോട്ടുകാരൻ എന്തിനാണ് കണ്ണൂരിൽ വിമാനം ഇറങ്ങിയത് എന്ന് ചോദിച്ച ആളുകളുടെ മുന്നിൽ കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്നും മഹിഷാദ് മുഖ്യമന്ത്രിക്കും കസ്റ്റംസ് കമ്മീഷണർക്കും പരാതി നൽകിയെന്നും പ്രവാസി എന്ന നിലയിൽ ഇതുവരെ ഇത്തരത്തിലൊരു അനുഭവം തനിക്ക് ഉണ്ടായിട്ടില്ല എന്നും മഹിഷാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വാക്കുകളിലേക്ക്. ബാഗേജ് എല്ലാം എടുത്തിട്ട് പുറത്തിറക്കുന്ന സമയത്ത് ഒരു കസ്റ്റംസ് ലേഡി എടുത്ത് വന്നിട്ട് എന്നോട് പാസ്പോർട്ട് ചോദിച്ചു. ഞാൻ പാസ്പോർട്ട് എടുത്തു. എന്നോട് ചെന്നില്ല കണ്ണൂർ കാസർഗോഡുള്ള നീ എന്തിനാ കണ്ണൂർ വന്നെന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ ലഗേജ് എല്ലാം കൊണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ലഗേജ് എല്ലാം സ്കാൻ ചെയ്തിട്ടായിട്ട് ഒന്നും പ്രശ്നങ്ങളില്ല. എന്നോട് പിന്നെ ഇതെടുത്തിട്ട് പോയിക്കോന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഈ ലേഡി വന്നിട്ട് ഇവരുടെ ചെവിയിൽ എന്നത് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഈ റൂമിൽ പോകുന്ന പറഞ്ഞു. റൂമിൽ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞ് വസ്ത്രങ്ങളെല്ലാം അയക്കാൻ പറഞ്ഞു. ഒരു മുണ്ട് എന്നിട്ട് പറഞ്ഞ് വസ്ത്രങ്ങളെല്ലാം അയക്കാമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഞാൻ എല്ലാ അഡ്രസ്സ് അയച്ചു. പിന്നെ അടിവസ്ത്രങ്ങൾ അയച്ചു. അതെല്ലാം അയച്ചിട്ട് അവർ പിന്നെ പ്രൈവറ്റ് പാർട്സിലൊക്കെ പരിശോധന നടത്തി എൻ്റെ വസ്ത്രങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് ഞാൻ വസ്ത്രങ്ങൾ അതൊന്നും പ്രശ്നമില്ല. ചിലപ്പോൾ അവരുടെ ഡ്യൂട്ടിയല്ലേ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇതാക്കിയത് മാനസികമായിട്ട് തകർത്തിയെന്നാൽ ഇവർ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു 10-20ഓളം പിന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈ ബാഗേജ് സ്റ്റാഫുണ്ട്, ബാക്കി സപ്പോർട്ടിങ് സ്റ്റാഫുണ്ട്, എല്ലാവരും കൂടി നിന്നിട്ട് ചിരിക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇതിനു മുമ്പ് ഞാൻ ഇത്രയും മാനസിക പീഡനം അനുഭവിച്ചില്ല. അതിന് നമ്മുടെ ഒരു കേരളത്തിലുള്ള എയർപോർട്ട് മംഗലാപുരം എയർപോർട്ടിൽ കൊടുത്ത് പലരും പരാതിയുണ്ട് അവിടുത്തെ കസ്റ്റംസ് ശരിയില്ല. പക്ഷേ എന്നെ ഇതുവരെ ഒരു കസ്റ്റംസ് ഇതുവരെ ഒരു ഇതും പറ്റില്ല. ഇത് സ്വന്തം കേരളത്തിൽ മലയാളീസ് എല്ലാം ഈ കസ്റ്റംസിലുള്ള മലയാളീസാണ് എന്നെ ഇത്രയും ഇതാക്കിയിട്ട് അപമാനിച്ചിട്ട് വിട്ടത്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആ ഒരു വ്യക്തിപരമായ ഒരു അപമാനം, അദ്ദേഹത്തിന് മാനനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് മലയാളികളായിട്ടുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് ന്യായമാണ്. ആർക്കിത്തരത്തിലുള്ള അനുഭവം ഉണ്ടായാലും അവർക്ക് അത് ക്ഷമിക്കാനോ പൊറുക്കാനോ സഹിക്കാനോ കഴിയുന്നതല്ല. ഇതെന്താണ് സംഭവിച്ചിട്ടുള്ളത്? എന്തിനാണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പെരുമാറിയത്? ഈ കണ്ണൂർ സ്വദേശി അല്ലെങ്കിൽ കാസർഗോഡ് സ്വദേശി ആണെങ്കിൽ അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയാൽ എന്താണ് പ്രശ്നം? ഇതിപ്പോൾ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും മറ്റ് പ്രധാനപ്പെട്ട ആളുകൾക്കുമെല്ലാം. എന്തെങ്കിലും നടപടിയോ അന്വേഷണമോ ഒക്കെ ഉണ്ടാകുമോ? ഷിഹാസ്, ഞായറാഴ്ച രാവിലെയാണ് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള മഹിഷാദ് ദുബായിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത്. പരിശോധനകൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മഹിഷാദിനെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ചത്. പിന്നീട് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ക്രൂരമായിട്ടുള്ള അധിക്ഷേപത്തിന് ഇരയായി എന്നതാണ് മഹിഷാദിന്റെ പരാതിയിൽ പറയുന്നത്. അതിൽ പരിശോധനയ്ക്ക് കാരണമായി പറഞ്ഞത് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് മംഗളൂരുവിൽ ഇറങ്ങാതെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് വന്നത് എന്നതായിരുന്നു ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരിശോധന ഉണ്ടായത്. നഗ്നനാക്കി നിർത്തി ഏറെ സമയം ഈ പരിശോധനകൾ നീണ്ടു. പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ വെച്ച് വലിയ അപമാനം പരിഹാസമൊക്കെ ഉണ്ടായി എന്നതാണ് യുവാവ് മഹിഷാദ് പരാതിയിൽ പറയുന്നത്. നിലവിൽ കസ്റ്റംസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി നടക്കുന്ന ഈ പരിശോധനകൾക്ക് താൻ എതിരല്ല. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ളൊരു അധിക്ഷേപമാണ്. കാസർഗോഡ് സ്വദേശി ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടും മംഗളൂരുവിൽ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം അധിക്ഷേപങ്ങൾ ഉണ്ടായി എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിൽ നടപടി വേണം എന്നതാണ് മഹിഷാദ് ആവശ്യപ്പെടുന്നത്. ശരിയായിരുന്നു. അപ്പോൾ പ്രാദേശികമായി ചില വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ചില ആളുകളോട് ക്രൂരമായി പെരുമാറുന്നത് മലയാളികൾ തന്നെയാണ് അത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത്. അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ്. അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. നടപടി ഉണ്ടാകും, ഗൗരവത്തിലെടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.